ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് എത്തിയൊരു ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. സോ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു, നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. സോ എനിക്കിന്ന് കോൺവെക്കേഷൻ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട് കൂത്താട്ടുള്ളതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരൂർ വരെ പോകണമായിരുന്നു. തിരൂരായിരുന്നു കോൺവെക്കേഷൻ നടക്കുന്നത്, തിരൂർ ടൗൺ ഹാളിലായിരുന്നു. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ പോയി. അതായത് 4:30 അലാറം വെച്ച് അത് അടിച്ച് പിന്നെ സ്നൂസ് ചെയ്ത് വിട്ട് അങ്ങനെ 5:30 ആയപ്പോഴത്തേക്കിനും റെഡിയായി. 5:30 ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആലുവയ്ക്ക് പോകുന്ന വഴി ആണ് കൊടുങ്ങല്ലൂർ കൂടിയിട്ട് അതായത് നമ്മുടെ തൃപ്രയാർ ഗുരുവായൂരൊക്കെ കൂടി ടച്ച് ചെയ്ത് പോകാമെന്നായിരുന്നു കരുതി. അവിടുത്തെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡ് മോശമാണെന്ന് എൻ്റെ ഫ്രണ്ട്സ് സുലു സബി രണ്ടുപേരും കാണിച്ചു തരാം. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ കാരണം പിന്നെ അവിടെ ഞങ്ങൾ അങ്കമാലി കട്ട് ചെയ്ത് അങ്ങനെ പോവുമായിരുന്നു ചെയ്തത്. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിലുണ്ടായിരുന്ന ബ്ലാക്ക് കാറ് അവരുടേതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സമയത്തിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 9:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് 9:30 ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ചെന്ന് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നമ്മുടെ കോട്ടും തൊപ്പിയും സാധനങ്ങളെല്ലാം കിട്ടി. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് സുലു ആൻഡ് ദാറ്റ് ഡാർക്ക് റെഡ് ഷാളിട്ടിരിക്കുന്നത് സമിയാണ് കേട്ടോ. സബീനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കോട്ടയൊക്കെ ഇട്ട് ചെറിയൊരു ഷോയൊക്കെ അവിടെ നിന്ന് നടത്തിയിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റേജ് കാണാൻ വേണ്ടി കയറി. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല കയറേണ്ടത്. പിന്നെ ഞങ്ങൾ ടീച്ചർ വിളിച്ചു, അങ്ങനെയല്ല മക്കളെ കയറേണ്ടത്, താഴത്തേക്ക് പോരൂ, നമുക്ക് ലൈനായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ താഴത്തേക്ക് വന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ സബി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ, അതായത് ഈ ഒരു 10-38 പിള്ളേരുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് പേര് ഞങ്ങളൊരു ഗ്യാങ്ങായി മാറിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ ഓൺലൈൻ കോഴ്സാണെങ്കിലും ഞങ്ങൾ ഓഫ്ലൈൻ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഒരു 6-7-8 പേര് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരായിട്ട് ഞാനിപ്പോൾ കാണിച്ചത്. അങ്ങനെ നമ്മൾ ലൈനായിട്ട് എല്ലാവരും കൂടെ വന്ന് കയറി സീറ്റിംഗ് ആയിട്ടിരുന്നു. അങ്ങനെ പരിപാടി തുടങ്ങാനൊക്കെ ആരംഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പതുക്കെ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റുമാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ലിറ്റിൽ നെർവസും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ചെറിയതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിരുന്നു. ഇതാണ് നമ്മുടെ മജീദ് സാറ്, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ തരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സാറാണ് കേട്ടോ. സാറിൻ്റെ മോട്ടിവേഷൻ കേട്ടിരിക്കാൻ നല്ല രസമാണ്, സാറിൻ്റെ സ്പീച്ച് കേട്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ സാർ സ്പീച്ച് നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ കേട്ടു. പിന്നെ വിശിഷ്ട അതിഥിയായിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം പേര് ഞാൻ മറന്നു കേട്ടോ, സത്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളിയുടെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല നൈസായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കേട്ട് കഴിഞ്ഞു. പ്രസംഗം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ആ ഒരു സ്പീച്ചും കാര്യങ്ങളും പാട്ടും പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശേഷമായിരുന്നു നമ്മുടെ ട്രോഫി, അതായത് ഫസ്റ്റ് റാങ്കിന് വേണ്ടിയിട്ടുള്ള കുട്ടീനെയൊക്കെ വിളിക്കുന്നത്. ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിക്ക് ട്രോഫി ഉണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്കിനും സെക്കൻഡ് റാങ്ക് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു ചേച്ചിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബീന ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി സെക്കൻഡ് റാങ്ക്. ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരിക്ക് ട്രോഫിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു എന്താ പറയുക, സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു. അപ്പം ഓരോ സെൻറ്ററുകളും ഉണ്ട്, ഒരു എന്താ പറയുക 10-20 സെൻറ്ററുകളും ഉണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ഫസ്റ്റ് നറുക്കിലൂടെ ആദ്യം ഏത് സെൻറ്ററാണ് വരണ്ടേ എന്ന് തീരുമാനിച്ചെടുക്കരുത്. നമുക്ക് 6ാമത്തെ നമ്പറാട്ടോ കിട്ടിയത്. ഞാനാണെങ്കിൽ തൊപ്പി വെച്ചിട്ട് ഏത് അടങ്ങി എൻ്റെ തലയിൽ ഇരിക്കണില്ല, ഊരിപ്പോകും, ഒരു സൈഡ് നോക്കും ഊരിപ്പോകും. അതുമാത്രമല്ല കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു സൈഡിലത്തെ സാധനമൊക്കെ ഇളകിപ്പോയിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി കേട്ടോ. ആ സമയത്ത് ഫോൺ അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് മിസ്സ് എന്നെയും സുലുവിനെയും വിളിച്ചിട്ടൊന്ന് ഫീഡ്ബാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെളിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നേരെ വെളിയിൽ ഇറങ്ങി ഫീഡ്ബാക്കും കൊടുത്തു. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പഠിച്ച് കോൺവെക്കേഷൻ്റെ ആ ഒരു സമയത്ത് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും
ഭയങ്കര സന്തോഷമായിരുന്നു. ജീവിതത്തിൽ എന്തെല്ലാമോ ആയി എന്നുള്ളൊരു തോന്നലായിരുന്നു. ഞാൻ പഠിച്ചത് വിന്നേഴ്സായിരുന്നു, വിന്നേഴ്സ് TTC അക്കാദമി ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ മിസ്സിൻ്റെ ഫോട്ടോ, മിസ് ആ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ മിസ്സിനെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, മിസ്സ് അടിപൊളി മിസ്സാണ് ഞങ്ങളുടെ മിസ്സ്. എന്ന് വെച്ചാൽ അത്രയും നല്ലപോലെ ഞങ്ങളെ കെയർ ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. എല്ലാം കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. പിന്നെ തിരൂർ ചെന്നാൽ കോഴിക്കോട് ചെന്ന് സന്ദർശിക്കൽ അനിവാര്യമായ കാര്യമാണ് ഞങ്ങൾക്ക്, എനിക്കും ഹസ്ബൻഡിനും. മെയിനായിട്ട് ഫുഡ്, പിന്നെ ബീച്ചിലെ ഫുഡ് വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ്. അവിടുത്തെ എനിക്ക് ആ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നേരെ ബീച്ചിൽ വന്ന് ഇക്കാക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഒരു കാടമുട്ടയുടെ സംഭവമില്ലേ, അത് ഞാനും കഴിക്കും. നമുക്ക് പിന്നെ എന്തും വെക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ. അത് സാവധാനം പറയാം, ഇനിയും കുറേ വീഡിയോ വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ തിരിഞ്ഞൊക്കെ നടന്ന് ഞങ്ങൾ ജസ്റ്റ് റൂം എടുത്ത് സ്റ്റേ ആക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അത് നാളെ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കോഴിക്കോട് ബീച്ചിലൊക്കെ ജസ്റ്റ് കറങ്ങി ഞങ്ങൾ കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്യണമായിരുന്നു. നമ്മൾ വയനാട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകാൻ കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ ചുന്തിരിക്കുട്ടപ്പീനെ ഒന്ന് കഴുകി ഒന്ന് മെനയാക്കാമെന്ന് കരുതിയിട്ട് വാഷിങ്ങിൽ കയറ്റി മൊത്തം ക്ലീനപ്പ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വയനാട് ചുരം കയറണമായിരുന്നു. അതായത് ഒരു ഇച്ചിരി സമയത്തിന് മുന്നേ തന്നെ, അതായത് ഒരുപാട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ വയനാട് ചുരം ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് വാഷപ്പൊക്കെ ചെയ്ത് ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ തിരൂർ കോഴിക്കോട് നിന്ന് തന്നെയാണ് കേട്ടോ വാഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞത്. അങ്ങനെ അവിടുന്ന് നേരെ വയനാട്ടിലേക്ക് അവിടെ ചെന്നിട്ട് റൂം എടുക്കാമെന്ന് കരുതി നേരെ അവിടുന്ന് വയനാട്ട് ചുരം കയറുന്നതാണ് കേട്ടോ കാണുന്നത്. വയനാട് ചുരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല പോലെ ഒന്ന് പേടിച്ചു കേട്ടോ ഞാൻ, സത്യം പറഞ്ഞാൽ. ഒന്നാമത് ഇരുട്ടും കൂടെ അല്ലേ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വയനാട് ചുരവും കണ്ടു. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകാം കേട്ടോ. ഇനി അവിടെ ചെന്നിട്ടുള്ള നാളത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.